സുബ്രഹ്മണ്യസ്വാമിയുടെ അമ്പലത്തിന്റെ വിഗ്രഹത്തിന് കയ്യില്ല എന്നൊക്കെ ഞാൻ ബാക്കിലേക്കാം. പ്രേതോ ടിപ്പു സുൽത്താൻ ഇവിടെ എന്തോൽപ്പിച്ചിട്ടുണ്ടാവുന്നു. ഞാരെങ്കിലും തൂങ്ങിച്ചത്ത അറിയില്ല. 5 കിലോമീറ്റർ അപ്പുറമുള്ള പള്ളിയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. ഒന്ന് കുലിക്ക് ഗൈസ്. നമ്മൾ വെള്ളാറ്റഞ്ഞൂര് ഒരു മല കയറാൻ പോവാണ്. ഇവിടെയുള്ളൊരു ഹിഡൻ സ്പോട്ടാണ്. ഓഫ് റോഡാണ്, മൊത്തം നടന്ന് കയറുകയാണ്. എന്താ കൂട്ടുകാരെ വണ്ടി വരാൻ കയറ്റിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക്. എങ്ങനെയാണ് സാധിച്ചതെന്ന് അറിയില്ല, എന്നാലും കുഴപ്പമില്ല. വീണാനെ എന്താ കൂട്ടുകാരൻ നടന്നു വരുന്നു. ഇതൊരു ഫോറസ്റ്റ് ഏരിയയുടെ ഭാഗമാണ്, ആൾക്കാർ കയറരുത് എന്ന് പറഞ്ഞേക്കണ്. ഞങ്ങൾ കുറച്ച് ഈവനിങ് ആയിട്ടുണ്ട്. ഇനി പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും രാത്രിയാവും, കണ്ണൊന്നും കാണില്ല എന്ന് തോന്നുന്നു. ഇവ എന്താ കണ്ടേ? അവിടെ എന്താ? അവിടെ ഒന്നുമില്ലല്ലോ. ഗൈസ് കാട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഇനി എന്താവുന്നൊന്നും അറിയില്ല, പോയി നോക്കട്ടെ. നല്ല രസമൊക്കെ ഉണ്ട്, ഒരു അഡ്വഞ്ചർ ആവട്ടെ. ഞങ്ങൾ ചെറുപ്പത്തിൽ ഒരു വട്ടം വന്നിട്ടുണ്ട്. ഇനി കയറാൻ പോവാണ്. ഇതിൻ്റെ ഉള്ളിൽ നല്ല വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്, നോക്കാം. എന്താ ഇതെന്താ മുറിഞ്ഞു വീണതാ? ഇന്നലത്തെ മഴയ്ക്കാ? ഗ്യാപ്പുണ്ടാ? മുള്ളുണ്ടാ? വഴി മുടങ്ങിയിരിക്കുകയാണ്, എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോണു. ഗൈസ് പോണ വഴിക്കെല്ലാം മരം വീണിരിക്കുകയാണ്. ഇനി എന്താ ചെയ്യാന്നറിയില്ല. ഇപ്പോൾ ഇവിടെ ഒരു വലിയ മരം വീണെടുക്കണ്ട വഴിയിൽ. വഴിയൊക്കെ മുള്ളും ഇതൊക്കെയാണ്. ഇനിയിപ്പോൾ ഈ മരം നമ്മൾ ചാടി കിടക്കണം. നല്ല വണ്ണമുള്ള മരമാണ്. അതൊക്കെ നമ്മൾ കടന്നിരിക്കുന്നു ഗൈസ്. ഇപ്പോൾ കടന്നു കാരണം മരം വീണ് കിടക്കുന്നത്. മരം അതവിടെ കടപൊഴുകിയിട്ട് വീണതാണ്. അവിടെ ആരും വിളിക്കുന്നുണ്ട്, എന്താണെന്നൊക്കെ അറിയില്ല. എന്താണ് ചത്തറ? അതെന്താ? ഞാൻ ബാക്കിലേക്കാം. പ്രേതോ? അങ്ങനെ പേടിയൊന്നുമല്ല. എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. എന്തോ ചോപ്പ് കൊടി അവിടെ കുത്തിച്ചിട്ടുണ്ട്. ഞാരെങ്കിലും തൂങ്ങിച്ചത്ത അറിയില്ല. വല്ല പാമ്പ് വല്ലതും ഉണ്ടാവും. ഇതെന്താ കവറെന്തോടാ? ആരോ ജേഴ്സിയൊക്കെ എന്താണ്ട് ഇവിടെ ജേഴ്സി കിടക്കുന്നുണ്ട്, എന്താണെന്നറിയില്ല. കാരണം നിങ്ങടല്ലേ ഈ വഴിയാണ്. വല്ല പാമ്പുണ്ടാവുന്നൊന്നും അറിയില്ല. നല്ല കാക്കയൊക്കെ ഉണ്ട്. വരുന്നില്ലേ? നമ്മൾ കയറി കയറി പൊക്കൊണ്ടിരിക്കുകയാണ്. കാണുന്ന പോലെയല്ല, നല്ല ടേപ്പറായിട്ടുള്ള സ്ഥലമാണ്. അമ്മേ കാല് വഴുക്കുന്നുണ്ട് കേട്ടാ. വയ്യാണ്ടായിപ്പോൾ തന്നെ നമ്മൾ പോണു. ടോപ്പ് എത്തിയ നമ്മള്. അയ്യോ ഇതാ അവിടെ അല്ല, മണ്ണെടുത്ത സ്ഥലല്ലേ? എന്ത് ഇവിടെ നമ്മളൊരു പാറയുടെ അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഈ വഴിയാ? നമുക്ക് വഴി തെറ്റി ഗൈസ്. കയറി കയറി പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടെ എന്ത് വേണമെങ്കിലും നടക്കാം. നമ്മളിപ്പോൾ കയറി ചെന്നപ്പോൾ വലിയൊരു പാറ, ഒരു കോറി പോലത്തെ ഒരു പാറയമൊക്കെയാണ് എത്തിയേക്കണത്. ഇതിവിടെ നല്ല ആഴമുണ്ട്. ഇവിടെ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഇത്രയ്ക്ക് വലിയ ആഴം ആ സ്ഥലത്തേക്ക് ഉണ്ട്. ഇതാ പിള്ളേരെ വീണ്ടും കയറുന്നുണ്ട്, നമ്മൾ അതിൻ്റെ ഒപ്പം പോവാണ്. ഇതൊന്നല്ല അതിൻ്റെ ടോപ്പ് വ്യൂ, വേറെ ഇതാണ്. അപ്പോൾ അങ്ങോട്ട് പോവാ. മല ശബരിമല കയറിയ പോലെ ചെറിയ വഴിയാണ്, അതിന് കുഴപ്പമില്ല. അവിടെ എവിടെയൊക്കെ മുള്ളൊക്കെ ഉണ്ട്. ഇവിടെ ആൾക്കാർ പ്ലാസ്റ്റിക് ഒക്കെ ഇട്ടിട്ടുണ്ട്. എന്താ അവിടെയൊക്കെ പോയിക്കൊണ്ട് വെള്ള അവിടെ എന്തോ ഉണ്ട് എന്നാണ് പറയണത്. ഇതെന്താ കള്ളിമുള്ളി ചെടിയാ? ഓ ഇപ്പുറത്ത് നല്ല കുഴിയാട്ടാ. വെള്ളത്തിൻ്റെ സൗണ്ടാ? ആ ഗൈസ് ഒന്ന് കുലിക്ക്. വെള്ളത്തിൻ്റെ സൗണ്ടാണോ അതോ ഈ മുള്ളുകളും അടിയണ സൗണ്ടാണോ? എന്തായാലും നല്ലൊരു വലിയ കള്ളിമുള്ളിച്ചെടിയാണ് ഇവിടെ കാണുന്നത്. നമ്മളങ്ങനെ ടോപ്പ് വ്യൂവിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. മൊത്തം പാറയാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധ എല്ലാ വ്യൂവും കാണുന്നുണ്ട്. ഇതാണ് നമ്മളൊരു മലയുടെ ടോപ്പിൽ നിൽക്കണപ്പോൾ. ഈ മലയിൽ നിന്ന് നോക്കുമ്പോഴാണ് നമുക്ക് ഈ വ്യൂസാണ് കാണുന്നത് ഗൈസ്. ഒന്നും മര്യാദയ്ക്ക് നിൽക്കാൻ പറ്റണല്ലോ. ഇവിടെ എന്താ
ചെടികളും മുള്ളുകളൊക്കെ വലിച്ചു വാരി ഇട്ടേക്കാണ് ആൾക്കാർ വെട്ടിയിട്ട്. അത് നിന്നാണെങ്കിലും പുറത്ത് കാണുന്ന വ്യൂ ഭയങ്കര ഭംഗിയുള്ള വ്യൂ ആണ്. കണ്ടില്ലേ? കുറച്ചു നേരം പാറമേക്ക് ഒന്ന് നിൽക്കട്ടെ. നമ്മളൊന്നും കൂടി അതിൻ്റെ അടിയിലേക്ക് ഇറങ്ങുക. വ്യൂ കറക്റ്റ് കിട്ടുന്ന ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചടിച്ചടിച്ചിട്ടാണ് പോണത്. ഇവിടെ മുള്ളുകളൊക്കെ ഉള്ള ചെടികളുണ്ട്, കുഴപ്പമില്ല. ഇതെന്താ കുഴി? വെള്ളം എന്നറിയാം. നമ്മളൊന്നുകൂടി വ്യൂവിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് പല വീടുകളും ചെറിയ ചെറിയ കുന്നുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഗായ്സ്, ഞായറാഴ്ച വിസിറ്റ് ചെയ്യാവുന്ന സ്ഥലം കൊള്ളാം. നമ്മൾ കയറി വന്ന വഴിയാണ്. അവിടുന്ന് ഗായ്സ്, നമ്മൾ കാണുന്ന ഈ പള്ളി തയ്യൂര് പള്ളിയാണ്. ഇവിടുന്ന് ഒരു 4-5 കിലോമീറ്റർ അപ്പുറമുള്ള പള്ളിയാണ് ഇപ്പോൾ ഇവിടുന്ന് കാണാൻ പറ്റുന്നത്. ഭയങ്കര ദൂരെയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ ഇതാണ് ഫുള്ളായിട്ടുള്ള വ്യൂ. ടിപ്പു സുൽത്താൻ ഇവിടെ എന്തോൽപ്പിച്ചിട്ടുണ്ടാവുന്നു. അതാരാ പറഞ്ഞത് നിന്റെ അടുത്ത്? അത്രയൊക്കെ വേണം. സുബ്രഹ്മണ്യസ്വാമിയുടെ അമ്പലത്തിന്റെ വിഗ്രഹത്തിന് കയ്യില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ടിപ്പു സുൽത്താൻ വെച്ചീന തൊട്ടു അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതീകം പറയണ കേട്ടില്ലേ ഷാരോൺ? ഇതാണ് ഷാരോൺ. എന്ത് തിന്നാൻ? നിനക്കെന്താ വീട്ടിലൊന്നും കിട്ടണില്ലേ? ആ പൂവിന്റെ ഉള്ളിലൊരു ഇത് വരും. നന്നായിണ്ട്. നല്ല കാര്യം. നശിപ്പിക്കണ്ടാ. ആ മുള്ളൊരേ ഒച്ചേട്ടാ, വെള്ളത്തിൻ്റെ ഒന്നും അല്ല കേട്ടോ അത്. ഗൈസ്, നിങ്ങൾ ഇറങ്ങുകയാണ്. ഈ ഒരു അടിപൊളി കേട്ടോ, നല്ല ഹൈറ്റ് ഉണ്ട് അല്ലേ? ഇതൊരു കയറാൻ ചെയ്തേ. നല്ല ആഴുണ്ടല്ലോ അവിടെ. ഗൈസ്, നമ്മളെല്ലാവരും കൂടി ഇറങ്ങുകയാണ്. ഇതാ കഴിഞ്ഞു, ഇന്നത്തെ വ്യൂ കഴിഞ്ഞു. ഒന്ന് ജസ്റ്റ് ഒന്ന് മല കയറിയിട്ട് നമ്മൾ ഇറങ്ങുക. ഗൈസ്, നമ്മളപ്പോൾ മൊത്തമായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കയറി അത്ര സുഖമില്ല ഇറങ്ങാൻ. നല്ല കുത്തനെയുള്ള ഇറക്ക, കാല് സ്ലിപ്പാവുക എന്തോ, പിന്നെ മുള്ളും ഉണ്ട്. പോലടാ, പയ്യെ പോടാ, എന്നെയും കൂടി കൊണ്ടുപോകട്ടായി. നല്ല കുത്തനുള്ള ഇറക്കം. ഈ ബനിയ ആരുടെ അവിടെ ഇട്ട് പോയത് പേടിപ്പിക്കാൻ? അതെ, ഇറങ്ങാൻ സുഖ. സ്ലിപ്പായി അതിനെക്കാട്ടി സുഖ. സ്ലിപ്പായി കഴിഞ്ഞാൽ അതിനെക്കാട്ടി സുഖ. നിനക്ക് എന്തൊക്കെ തോന്നുന്നു? എന്ത് കുന്തത്? ഇനി ധാരാളം ഈ മരം വെട്ടിക്കളയ വഴിന്ന്. ഓ, നല്ല. നമ്മള് മല ഇറങ്ങി നമ്മുടെ വണ്ടിയുടെ അവിടേക്ക് എത്തി. അത്യാവശ്യം നടക്കാനുണ്ടായിരുന്നു. ഓക്കെ, അതിൻ്റെ നമ്മൾ വീട്ടിൽ പോവാം. ഓക്കെ, ബൈ.